നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നിങ്ങൾ എല്ലാവരും 19ാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നോ? എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികൾ മാത്രം ശ്രദ്ധിച്ചു കാണും. ചെയ്തു വന്നപ്പോൾ എല്ലാവരും ഈ ഭാഗം ഇങ്ങനെ ചെയ്തു വന്ന് കാണും. അറിയാവുന്നവര് അറിയാമയത്തിനത് വിട്ട് കാണാം. ഇതിന്റെ മാർക്കിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിപ്പോഴാണ് എനിക്കൊന്ന് കൂടുതൽ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ 6 മാർക്കിന്റെ സെഷനിൽ പെടുന്നതാണ്. അവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നേക്കുന്നത് ഇതിന് 1 മാർക്ക്, ഇതിന് 1 മാർക്ക്, ഇതിന് 4 മാർക്ക്. ഇത് വിചിത്രമായിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലും ചെയ്യാം, അല്ലെങ്കിൽ ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്കും ചെയ്യാം. ഇത് രണ്ടും ചെയ്താൽ കുറഞ്ഞത് 3 മാർക്ക് വരേണ്ടതാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. എനിക്കൊന്നും അവർ ഈ 1 മാർക്ക് കിട്ടിയതിന്റെ ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി വല്ല എൻട്രൻസുകാർ ചെയ്യണമെന്ന് ഉദ്ദേശം കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല. അപ്പൊ അതിനെന്തെങ്കിലും സംഭവം ചെയ്തേ പറ്റൂ. അതൊക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1 ബൈ ക്വാഡ്രാറ്റിക്. ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു 3 സ്റ്റെപ്പ് കുറഞ്ഞത് വേണം. അതിനൊരിക്കലും 1 മാർക്ക് ആവാൻ സാധ്യതയില്ല. 2 മാർക്കെങ്കിലും വേണം. ഇതിന് 3 മാർക്കെങ്കിലും വേണം, ഇതിന് 2 മാർക്കെങ്കിലും വേണം. അവിടെ 1 മാർക്കേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ പ്ലസ് ചെയ്തു മൈനസ് ചെയ്തു 1 ബൈ ക്വാഡ്രാറ്റിക് ഉണ്ടല്ലോ, 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആ റിസൾട്ട് ഉപയോഗിക്കേണ്ട ക്വസ്റ്റനാണ്. അതിനും 1 മാർക്കാണ് കിടക്കുന്നത്. അപ്പൊ ഇതൊന്നും ശരിയായിട്ടുള്ള സംഭവമല്ല. ഇവിടെ വന്നിട്ട് ഇതിന് 4 മാർക്ക്, ഇതിന് 4 മാർക്കിന് ഉണ്ട്. ഇത് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷെ ഷോർട്ട് കട്ട് ചെയ്താൽ മാർക്ക് കിട്ടത്തില്ല. ഇത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ചെയ്യണം. അവ ഫുൾ ചെയ്യുന്നതിന് എന്തായാലും ഒരു 3 മാർക്ക് കുറയാൻ പാടില്ല, 4 മാർക്ക്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ സമയം പോകാനുള്ള സംഭവമായിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യനുകൾ വന്നപ്പോൾ വെറും 6 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു 9 മാർക്കിനുള്ള സംഭവമുണ്ട് ഇത്രയിന്. അപ്പോൾ ഇതിനുള്ള ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 3 പേരിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടാനുള്ള അതിനുള്ള സാധ്യത വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ 3 കൂടെ എഴുതി പോകാനുള്ള ടൈമും അതുപോലെ ഈ മാർക്കിന്റെ കാര്യം നോക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഈ മാർക്ക് ഒന്നും നോക്കി കാണത്തില്ല, അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്തു പോയി കാണും അല്ലേ. അപ്പോൾ എന്തായാലും ഈ കാര്യം ഒന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ഇതിനൊക്കെ മാർക്ക് കിട്ടും. എന്നാലും ഓവറോൾ മാർക്കിന്റെ കാര്യത്തിൽ ഇത്തിരി കുഴപ്പം തന്നെ ഉണ്ടാവും. അതിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അപ് ടു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും, ഏറ്റവും കൃത്യതയോടെ. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.